ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു രാത്രി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടോ. രാത്രി എന്ന് പറയാൻ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻട്രോ ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തോന്നി. അപ്പോൾ എടുക്കട്ടെ വീഡിയോസൊക്കെ. ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീഡിയോസ് എടുക്കാനൊക്കെ മൂടുന്നത്. ഹലോ, എന്താ അച്ഛൻ വെക്കണ്ടോ? വളർച്ച വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് പോയതാണ്. അപ്പം യൂറിനറി ഇൻഫെക്ഷൻ കാരണം ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ വർഷം എനിക്ക് ഇതേപോലെ ഉണ്ടായതാണ്. വൃശ്ചിക മാസം എന്താവും സ്മരണ പുതുക്കാൻ വേണ്ടി വീണ്ടും ഉണ്ടായതാണ്. അന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. ഊരവേദന വയറുവേദനയൊക്കെ ഉണ്ടായിട്ട്. ഇന്നിപ്പം ഞാൻ വെള്ളം കുടിച്ചിങ്ങനെ ശരിയാക്കി എടുക്കുന്നുണ്ട്. പനിയൊന്നും പനിച്ചപ്പോൾ പാരസ്റ്റമോളൊക്കെ കുടിച്ചിങ്ങനെ കിടക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. കൃതി ബേബി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വീട്ടിൽ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ അടുക്കളയിൽ ഓരോ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളൊന്നും ശബരിമലയ്ക്ക് പോയി വന്നിട്ടില്ലല്ലോ. ഈ മാസം 23-ാം തീയതിയാണ് പോണത്. അതുവരെ നോമ്പും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഈ രാത്രിത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ബേബി ഇതവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ചൂടുവെള്ളം കുടിക്കാനുള്ളത്. ആരെ സേമിയം ഇതൊക്കെയാണ്. രാത്രി ചോറൊന്നും ആവില്ല. സേമിയൊക്കെ ഇന്ന് മുതൽ ഞാൻ വീഡിയോസ് എടുക്കുന്നു. ഇടയ്ക്ക് വീഡിയോസ് എടുക്കും. പഴത്തവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ ഉണ്ട് കേട്ടോ. ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി അങ്ങനെ ആരും ചോറും കാര്യങ്ങളൊന്നും കഴിക്കലില്ല ഈ ഒരു ടൈമിലൊക്കെ. എന്തായാലും നമുക്ക് കൃതി ബേബി എന്തെടുക്കാൻ നോക്കാം. ഇതൊക്കെ മറ്റേ ഹോം ഷോപ്പിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. അവിടെ വെക്ക്. ആയിക്കോട്ടെ. ഇങ്ങോട്ട് അതവിടെ ശരിക്കും നിന്നട്ടെ. ഫുള്ളും ശരിക്കും എടുത്തേക്കും. ഇവളാണ് ഫുള്ളും വിക്രസ് കാട്ടി കേടെടുത്തത്. ഉണ്ടോ? ഇതൊക്കെയാണ് ഓളെ പണി. വിരിയൊക്കെ വിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഞാനൊന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വേഗം കിടക്കും. അത് വയ്യ. മേലും കൈയൊക്കെയാണ് വേദന ആണത്. പിന്നെ വേദന പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുട്ടീൻ്റെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണ്ടി പായേണ്ടി വരും. മദ്രസിൽ എന്തോ ഇവിടെ ആരോന്നല്ല, ഞങ്ങളവിടെ മേലൊരു കാക്ക മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എന്തോ സ്വലാത്തോ അങ്ങനെ എന്തോ ആണ്. അതാണ് അവിടെ ഇങ്ങനെ മൈക്ക് ഇവിടെ പാടുന്നത്. ഇന്നലെ പിന്നെ ഏട്ടന് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ 7 വർഷത്തിന് ശേഷം ഞാൻ കാണാണ്. അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കാണാൻ പോയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ ചെറിയ ഭാഗം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കാരണം അത് ചെറിയൊരു പോർഷനുള്ളൂ. അപ്പോൾ അതായിട്ടൊരു വീഡിയോസായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് മറ്റു വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെ കാണാൻ പോകുന്ന യാത്രയിലാട്ടോ. അപ്പോൾ ഓരോന്ന് പറയണൊക്കെ ഉണ്ട് ഞാൻ ഏട്ടന്. അങ്ങനെ ഒരുപാട് നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഒന്നാമത് ഞാനന്ന് വീഡിയോ എടുക്കാൻ ഒരു മൂടൊന്നുമില്ല. ഇപ്പോഴാണ് ഈ മൂടൊക്കെ പറഞ്ഞത്. അതാണ് മാസ് കയറി അവൽ മാസ് കുടിക്കാൻ. അപ്പം ഒന്നും ഞങ്ങൾക്ക് ആ ബോധം ഉണർന്നിട്ടില്ലായിരുന്നു. ഈ കാണുന്ന എൻ്റെ കൃതി ചെയ്തിട്ടുള്ളത് ജലദോഷം പനിയും കുരയൊക്കെ ആയിട്ട് ഒരാഴ്ചത്തോളം മരുന്നും കുടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു ഇതിൽ മറന്നുപോയി. ആ കഴിക്കാനുള്ളതിലാണ് മറന്നുപോയി. അത് അങ്ങനെ തന്നെയാണ് ചോക്ലേറ്റിൻ്റെ അവരിലേക്കും അങ്ങനെ അതൊക്കെ കഴിച്ച് രക്തം പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം. ആൾക്ക് പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മതി. പനി വലിയ ഫീലില്ല. അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെ നൂഡിൽസും അല്ല കണ്ടാൽ. പക്ഷെ നൂഡിൽസ് അല്ല ഉണ്ടോ.
റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് അമ്മ ഓൺ. ഞാൻ വെച്ച വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. കോഫാക്കാം. കഞ്ഞി ചൂടാക്കട്ടെ കേട്ടോ. കുക്കറിലാണ് വയ്ക്കല്. അപ്പോൾ പൊടിയരിൻ്റെ കഞ്ഞിയാണ്. രാത്രി അങ്ങനെ കഞ്ഞിയോടെ കുറുക്ക് കുടിക്കും. അതായത് അങ്കിമാമ തിന്നും ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ. പിന്നെ കഞ്ഞിയാണ് കൊടുക്കാറ്. ചൂടാവട്ടെ. കൊണ്ടുവരികയാണേ നാഗവല്ലി ഒരാള് കയ്യിലിട്ടരാ വേണവാ വേണ നല്ല വേണം. തെറ്റല്ലേ? അതാ എങ്ങോട്ട് പോണേ? വാ നോക്കേ പാമ്പ് ഉണ്ടാവട്ടെ. അവിടെ എങ്ങോട്ട് പോന്നാ? വേണ്ട അമ്മ മാപ്പ് പറയാ. അമ്മമ്മ മാപ്പ് പറയാ. വാണേ അമ്പാടിക്ക് തരില്ല. ഇത് കുട്ടി വരും അതിന്റെ ഉള്ളില്. ഇങ്ങോട്ട് പോന്നാ? നല്ല കുട്ടിയാണല്ലേ. ആ അമ്മച്ചന്റെ കുട്ടിയാണോള്. അമ്മച്ചന്റെ കുട്ടിയാ? ഓളെ കയ്യില് തിന്നല്ലടാ കുഞ്ഞാണിയെ. ഇനി എങ്ങട്ടാ? മുട്ടായി വെച്ചിവിടെ മുട്ടായി കൊടുക്കണേ. ഇപ്പൊ അമ്പാടിക്ക് കൊടുത്തു. വേഗം വന്നോ. അമ്മമ്മ വേണ്ട. അമ്മമ്മ വേണ്ട. ഞാൻ പോട്ടെ. ഞാൻ ആര് ചോക്ലേറ്റ് ആവാൻ കൊടുക്കുക? നോക്കേ അവൻ വരും. വെറുതെ അടിയിട്ടാ നിക്കണ. അങ്ങോട്ട് പോന്നോ? അങ്ങനെ അമ്പാടിയെ ഞങ്ങളെ കുട്ടിക്ക് ചോക്ലേറ്റ് വാങ്ങി കൊടുത്തില്ല. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോകട്ടോ. സൂപ്പർ മാർക്കറ്റ് പോകും. ഇല്ല ഞങ്ങളകത്ത് പോകാം. മൂത്ത വയ്ക്കാണ്ടോ? കൊടുത്തോണ്ടൊക്കെ കഴിയട്ടോ. ചോറും ചേമ്പത്തിൻ്റെ കറിയും അച്ചാറും ഉണ്ടെന്ന്. എന്നാലും ചിക്കനൊക്കെ കഴിച്ചിട്ട് 2 മാസം ആവാനായി. അച്ചാറ് സൂപ്പർ. പനിയുടെ ഗുളിക കുടിച്ചിട്ട് പനിയൊന്നും ഇപ്പം ഇല്ല. അപ്പം അങ്ങനെ തണുപ്പൊന്നും ഫീൽ ആവണല്ലേ. പനി ചോർന്നിട്ട് കാണാട്ടോ. ഒരാളവിടെ കുളിച്ചോണ്ടിരിക്കണം. എന്റെ കഴിഞ്ഞ ഫ്രണ്ട്സ് രാവിലെ ഒക്കെ പറഞ്ഞാട് ഞാൻ കിടന്നു കുറച്ച് നേരത്തിന്. ഇനി കൃതി ബേബിക്ക് കഞ്ഞി കൊടുക്കാനുണ്ട്. കുറച്ചായിട്ട് ഇപ്പോൾ മറ്റേ സേമിയത്തിൻ്റെ ഉപ്പുമാവ് കഴിച്ചിട്ടുള്ളല്ലോ. ഓളും കുറച്ച് കഴിച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ പിമ്പിൾസൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഉണ്ടായി. കുറേ ദിവസത്തിന് ശേഷം വീടെടുക്കുമ്പോൾ ബബ്ലബ്ല ആവുകയാണ്. അന്നേരമൊക്കെ എന്താ ഒറ്റക്കായതുകൊണ്ടാണ് വീഡിയോ എടുക്കാനൊരു ചടപ്പ്. ഏട്ടനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഉഷാറുണ്ടായിരുന്നു. നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര കേട്ടോ. ഗുഡ് നൈറ്റ്.